വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇത് പുരാവേശത്തിന് ഒരല്പം മങ്ങലേൽപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ ആളുകൾ എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരായി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ നവമി നൽകുന്ന വിവരമനുസരിച്ച് 40 തൊഴിലാളികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. 40 തൊഴിലാളികളിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നു. അവരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. സമീപത്ത് അവിടെ അതിനൊക്കെയുള്ള സൗകര്യമുണ്ട് എന്നത് ഒരല്പം ആശ്വാസം പകരുന്നു. ഇപ്പോൾ 8 പേരുടെ നില ഗുരുതരം എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അപ്പോൾ 8 പേരുടെ നില ഗുരുതരം എന്ന് പറയുമ്പോൾ അത് വലിയ സ്ഫോടനമാണെന്ന് നവമി നേരത്തെ തന്നെ പറഞ്ഞു. പൂരാഘോഷങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആകർഷണീയത എന്ന് പറയുന്നത് ഈ വെടിക്കെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ട് 24 നടക്കും എന്ന തരത്തിൽ ആളുകൾ അടുത്ത ദിവസങ്ങളിൽ അതിനായുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. അതോടൊപ്പം മറ്റ് ഈ പഞ്ചാരിമേളം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ കാണാനും അതൊക്കെ ആസ്വദിക്കാനും വേണ്ടി നിൽക്കുന്ന ഒരു സമയത്താണ് ഇതുപോലെ വളരെ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും അവിടെ പ്രദേശവാസികളെല്ലാം തന്നെ ഇവിടെ സജീവമായി ഈ രക്ഷാപ്രവർത്തനത്തിനുണ്ട് എന്നത് വലിയൊരു ആശ്വാസം നൽകുന്നു. ആ പ്രദേശത്ത് പക്ഷേ പുകയാണ്. ആളുകൾക്ക് ആ അന്തരീക്ഷത്തിൽ മുഴുവൻ കാഴ്ച തന്നെ മറയുന്ന തരത്തിലേക്കുള്ള പുക ഉയർന്നതിൻ്റെ നമുക്ക് കാണാൻ കഴിയും. പോലീസുണ്ട്, രക്ഷാ സംവിധാനങ്ങൾക്കായി മറ്റാളുകളെല്ലാം അവിടെ ഓടിക്കൂടിയിട്ടുണ്ട്. ആളുകൾ അതുപോലെ പ്രദേശത്തുള്ള ആളുകൾ, ഓട്ടോ ഡ്രൈവർമാർ എല്ലാവരും സഹായിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. 8 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരം എന്ന് എനിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് കൊടിയേറി സാമ്പിൾ വെടിക്കെട്ടും എല്ലാ വെടിക്കെട്ടും കാണാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോൾ 26-ന് ആ ഒരു പൂരം കാണാൻ മലയാളി അങ്ങേയറ്റം കൊതിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് സമാനമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നവമി, ഇതിൽ ഇനി രക്ഷാപ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായോ? എല്ലാവരെയും ആശുപത്രികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ? അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മറ്റെന്തൊക്കെയാണ്? മനു, എന്തായാലും ആളുകളെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 40 തൊഴിലാളികൾ, ഇപ്പോൾ പരിക്കേറ്റതിൽ 40ഓളം തൊഴിലാളികൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാവരെയും, ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 3 പേരുടെ നില അല്പം ഗുരുതരമാണ്. ഇവരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ബാക്കിയുള്ളവരെ അടുത്തുള്ള ആശുപത്രിയിലേക്കും എത്തിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വെടിക്കെട്ട് അപകടമുണ്ടായ ഈ ശാലയ്ക്ക് സമീപ പ്രദേശത്ത് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ എത്തിയിട്ടുണ്ട്. അവരിൽ കൂടുതൽ ആളുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീ ഭാഗികമായി അണയ്ക്കാനും സാധിച്ചിട്ടുണ്ട്. അവിടെ വലിയ രീതിയിൽ പുക ഉയർന്നത് മാത്രമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് അല്പമെങ്കിലും തടസ്സം. എങ്കിൽ പോലും ഫയർഫോഴ്സ് നാട്ടുകാരും എല്ലാവരും അവിടെ രംഗത്തെത്തിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരൊക്കെ സജീവമായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. നവമി, ഇത് തിരുവമ്പാടിക്ക് വേണ്ടി ഈ സ്ഥലം എനിക്ക് തോന്നുന്നത് വർഷങ്ങളായി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ മുണ്ടത്തിക്കോടിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഈ അപകടം നടക്കാനെന്നതിൻ്റെ കാരണം വ്യക്തമായിട്ടുള്ള ഒരുപക്ഷെ ഇപ്പോൾ അതിലേക്കൊന്നുമല്ല അന്വേഷണം പോകേണ്ടത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുകയും അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ മറ്റ് മുറിവുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിക്കുക എന്നതിനാണ് ആദ്യ പ്രാധാന്യം നൽകേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് ആദ്യ പരിഗണന നൽകേണ്ടത്. കാരണം വ്യക്തമല്ല, അതൊക്കെ പിന്നീട് അന്വേഷണങ്ങളിൽ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ആളുകളെ മുഴുവൻ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ എത്ര സമയമെടുക്കും? മറ്റ് എന്തൊക്കെ സജ്ജീകരണങ്ങൾ, എന്തെങ്കിലും തുടർ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ? ഇതിൽ മറ്റൊരു സംഭവം, ഒരു സ്ഫോടനമുണ്ടായാൽ പെട്ടെന്ന് ഫയർഫോഴ്സ് അവിടുത്തെ തുടർ സ്ഫോടനങ്ങളെ തടയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരിസരത്തേക്ക് തീ പടരുന്ന എന്തെങ്കിലും ആശങ്കകളുണ്ടോ? അങ്ങനെ 100,000 ചോദ്യങ്ങൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഏതായാലും തീയൊക്കെ പരിസരത്ത് നിന്ന് പടരുന്നത് തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ എനിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായി നടത്താൻ ഫയർഫോഴ്സിന് കഴിയുന്നില്ലേ നവമി? അതെ, എന്തായാലും മനു, കൃത്യമായി തന്നെ ഫയർഫോഴ്സും പോലീസും മറ്റ് നാട്ടുകാരും ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ ജീവൻ വേഗം രക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടത്തിയത്. മനു പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങളായി, അതായത് ഈ പൂരത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന ഇടമാണ്. വർഷങ്ങളായി അവിടെ തന്നെയാണ്, മുണ്ടത്തിക്കോട് തന്നെയാണ് ഈ വെടിക്കെട്ട് പൂരയുള്ളത്. അവിടെ തന്നെയാണ് ഇത് നിർമ്മിക്കുകയും ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തവണ ഇത്തരത്തിലൊരു അബദ്ധം പറ്റിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്
ഇങ്ങനെ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്ന് കണ്ടെത്തിയിട്ടില്ല. അതെന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. പ്രാഥമികമായി ആളുകളെ രക്ഷിക്കുക എന്നൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം എത്രയും വേഗം നടത്താൻ അവിടെ മുണ്ടത്തിക്കോട് സതീശന്റെ ഷെഡിനാണ് തീ പിടിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ തീയും പുകയുമായിരുന്നു അവിടെ ഉയർന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. കാണുമ്പോൾ തന്നെ ഏറെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 40ഓളം തൊഴിലാളികളായിരുന്നു അവിടെ ഈ നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും ഈ തീയും പുകയും ഉയർന്നത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിന്റെ വിവരം അറിയിച്ച് നാട്ടുകാരും ഫയർഫോഴ്സും എത്തി അവിടെ ഉള്ളവരെ വേഗം രക്ഷിച്ച് അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഏതായാലും നവമി, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ആശുപത്രികൾക്കൊക്കെ അലർട്ട് ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ജില്ലയിലെ പ്രമുഖ ആശുപത്രികളോടെല്ലാം ആവശ്യമായ മരുന്നും മറ്റ് സജ്ജീകരണങ്ങളുമായി തയ്യാറായിരിക്കാൻ അധികൃതർ നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവരെല്ലാം തയ്യാറായിരിക്കുന്നു, പരിസരത്തുള്ള ആശുപത്രികൾ. അപ്പോൾ നമുക്ക് പരമാവധി വേഗതയിൽ ആളുകളുടെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. പൂരത്തിൻ്റെ വെടിക്കെട്ട് സാമഗ്രികൾ വൻതോതിൽ ഇവിടെ സംഭരിച്ചിരുന്നു ഈ സ്ഥലത്ത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്കറിയാം, ഇത് നേരത്തെ എന്നോടൊപ്പം കെ അജിത് കുമാർ ചേരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജിത് കുമാർ, ഇത് സ്ഥിരമായി അവിടെ നടക്കുന്ന ഒരു ശാലയാണ്, ഉൽപാദനം നടക്കുന്ന ഒരു ശാലയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം നമുക്കറിയില്ല. പക്ഷേ രക്ഷാപ്രവർത്തനങ്ങൾ എത്ര വേഗത്തിൽ നടക്കുന്നു ശ്രീ അജിത് കുമാർ? ഇവിടെ പാടത്തിന്റെ നടുക്കാണ് ഈ ഷെഡ് പ്രവർത്തിക്കുന്നത്. വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഷെഡാണ്. ഇതുവരെ ഈ സ്ഥലത്ത് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ തൃശ്ശൂർ പൂരത്തിനും തൊട്ടടുത്ത ചെറുപൂരങ്ങൾക്കൊക്കെ ആയിട്ട് വലിയ തോതിൽ പടക്കങ്ങളും ഗുണ്ട്, അമിട്ട്, ഡൈന തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 30ഓളം തൊഴിലാളികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇപ്പൊ ഈ തീപിടിച്ചിരിക്കുന്നത്. ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകർക്കും ഫയർഫോഴ്സിനും അതിന്റെ സ്ഥലത്തേക്ക് ഇതുവരെ മുഴുവനായിട്ട് അങ്ങോട്ട് കയറാൻ കഴിഞ്ഞിട്ടില്ല. ഫയർഫോഴ്സിനും ഒക്കെ ഇത് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഇത് ഇപ്പോഴും പൊട്ടുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. ഒരു വലിയ ഷെഡ് കൂടി അപ്പുറത്തുണ്ട്. അതുകൂടി തീപിടിച്ചാൽ കുറെ കൂടി അപകടകരമായ സ്ഥിതി ഉണ്ടാവും. ഏതായാലും പരിസരത്തുള്ള ആളുകളെയൊക്കെ മാറ്റാനും അതിനൊക്കെയുള്ള നടപടികൾ നടക്കുന്നില്ലേ? ഇവിടെ രക്ഷാപ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. ഇവിടെ സ്ഥലത്തുണ്ട്. ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട്, ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്, എല്ലാ സംവിധാനവും എത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗത്ത്. പക്ഷെ അങ്ങോട്ട് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഇപ്പൊ കുറെ 6 പേരോളം കിട്ടിയ അവരുടെ ശരീരഭാഗങ്ങൾ എടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് വണ്ടികൾ പോയിട്ടുണ്ട്. ബാക്കിയുള്ളത് അങ്ങോട്ട് കടക്കണമെങ്കിൽ ഇപ്പോഴും വലിയ ഡൈനിയും ഇതൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി രക്ഷാപ്രവർത്തകർക്ക് അപകടം ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിൽ പോലീസ് അവരെ ഇപ്പുറത്ത് തടുത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായും ഇനിയും ഇത് പടർന്നാൽ അത് അതിനേക്കാൾ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതെ, ഒരു വലിയ ഷെഡ് കൂടുതൽ മാരകശേഷിയുള്ളത് പൊട്ടാനുണ്ട് എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന അടുത്തുള്ള ആളുകൾ പറയുന്നത്. അത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.